2025 ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സുകൾ നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ കൂടി നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2026 ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ജപ്പാൻ. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ കണക്കനുസരിച്ച് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസേന വേതനം എത്ര? 369 രൂപ. ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്ന സംസ്ഥാനം ഏത്? അതാണ് ഹരിയാന. 400 രൂപയാണ് അവിടെ ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം സൗരയൂഥത്തിൽ ഏറ്റവും അധികം ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം അത് ശനിയാണ്. ഐക്യു എയറിന്റെ 2024 വേൾഡ് എയർ ക്വാളിറ്റി റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും മികച്ച വായു ഗുണനിലവാരമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ബഹാമസ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. അതുപോലെ വനം വകുപ്പിന്റെ സർപ്പ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ടൊവിനോ തോമസ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം പാമ്പൻ പാലം. അതുപോലെ തന്നെ വയോജനങ്ങളുടെ പരിരക്ഷയ്ക്കും ക്ഷേമവും ഉറപ്പാക്കാൻ വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന ആദ്യ സംസ്ഥാനം അത് കേരളമാണ്. അതുപോലെ ലോകത്തിൽ ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ കലാസൃഷ്ടി ഗ്രാമയാത്ര. ലോകത്തിൽ ഏറ്റവും വലിയ തുകയ്ക്ക് ലേലം ചെയ്യപ്പെട്ട ഇന്ത്യൻ കലാസൃഷ്ടി ഗ്രാമയാത്ര. കേരള സർവകലാശാലയുടെ 2021-2022 വർഷങ്ങളിലെ ONV പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെ? 2021 MK സാനുവും അതുപോലെ 2022 M മുകുന്ദനുമാണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 2024 അതിതീവ്ര കാലാവസ്ഥാ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവം. അത് നമ്മളെല്ലാം വാർത്തയിൽ നിറഞ്ഞു വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. അതെവിടാണ്? വയനാട്. ലോക ബാലപുസ്തക ദിനം ഏതാണ്? ഏപ്രിൽ 2 ലോക ബാലപുസ്തക ദിനം ഏപ്രിൽ 2. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയലിന്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് എവിടെ? ചിത്രാഞ്ജലി സ്റ്റുഡിയോ, തിരുവനന്തപുരം. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന JC ഡാനിയലിന്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ, തിരുവനന്തപുരം. മോഹൻലാൽ, സിനിമാ താരമായ മോഹൻലാൽ അല്ലേ, അദ്ദേഹം ബ്രാൻഡ് അംബാസിഡറായി എത്തിയ ലഹരി വിരുദ്ധ ഹ്രസ്വ ചിത്രം ഏത്? യോദ്ധാവാണ് കേട്ടോ.